ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ യോഗത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അനുശോചിച്ചു. പല അഭിപ്രായ വ്യത്യാസങ്ങളും തമ്മിലുണ്ടായിരുന്നെങ്കിലും ട്രംപ് ഏറ്റവും വലിയ ദുഃഖകരമായ അവസരമായിട്ടാണ് ഇതിനെ കാണുന്നത്. മധു കൊട്ടാരക്കര നമുക്കൊപ്പം ചേരുന്നു. മധു, എന്തൊക്കെയാണ് ട്രംപിൻ്റെ ഈ കാര്യത്തിലുള്ള പ്രതികരണങ്ങൾ? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് എസ് കെ. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വിയോഗത്തിൽ അനുശോചനം രേഖപ്പെടുത്തുകയുണ്ടായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അദ്ദേഹത്തിന് നിത്യശാന്തി നേർന്ന ഡൊണാൾഡ് ട്രംപ് അദ്ദേഹത്തിൻ്റെയും അതുപോലെ ഫ്രാൻസിസ് മാർപ്പാപ്പയെ സ്നേഹിക്കുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്നും അനുശോചന സന്ദേശത്തിൽ പറയുകയുണ്ടായി. നേരത്തെ ഫ്രാൻസിസ് മാർപ്പാപ്പയുമായിട്ടുള്ള ആദരസൂചകമായി അമേരിക്കയുടെ ദേശീയ പതാകയും അതുപോലെ അമേരിക്കയിലെ സംസ്ഥാനങ്ങളുടെ പതാകയും സംസ്കാര ദിവസം സൂര്യാസ്തമയം വരെ വൈറ്റ് ഹൗസിലും അതുപോലെ ലോകമെമ്പാടുമുള്ള അമേരിക്കൻ എംബസികളും അതുപോലെ ഫെഡറൽ സൈനിക കേന്ദ്രങ്ങളിലും ഒക്കെ ഈ പതാകകൾ പകുതി താഴ്ത്തി കെട്ടുവാൻ ഡൊണാൾഡ് ട്രംപ് ഉത്തരവിറക്കിയിരുന്നു. വൈറ്റ് ഹൗസിൽ പരമ്പരാഗത ഈസ്റ്റർ എഗ് റോൾ ആഘോഷങ്ങൾ ഇന്ന് നടന്നു. ഈ ആഘോഷങ്ങൾക്കിടയിലും ഡൊണാൾഡ് ട്രംപ് മാർപ്പാപ്പയെ പ്രത്യേകം അനുസ്മരിച്ചിരുന്നു. തന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചതിന് കാരണം ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ലളിതമായ ജീവിതമായിരുന്നു. അദ്ദേഹം വളരെ നല്ലവനായ ഒരു മനുഷ്യൻ, ലോകത്തെ സ്നേഹിച്ചും പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകളെ ഏറെ സ്നേഹിച്ചു. ഇതായിരുന്നു തന്നെ ആകർഷിച്ചതെന്നാണ് ട്രംപ് പറഞ്ഞത്. മാർപ്പാപ്പയുടെ സംസ്കാര ശുശ്രൂഷയിൽ ഡൊണാൾഡ് ട്രംപ് പങ്കെടുക്കുമെന്ന് ഔദ്യോഗികമായ അറിയിപ്പ് വന്നിട്ടുണ്ട്. അദ്ദേഹത്തോടൊപ്പം അമേരിക്കയുടെ പ്രഥമ വനിത മെലനിയ ട്രംപും പങ്കെടുക്കുന്നതായിരിക്കും. എസ് കെ 2015 ഫ്രാൻസിസ് മാർപ്പാപ്പ വൈറ്റ് ഹൗസ് സന്ദർശിക്കുന്നത്. വൈറ്റ് ഹൗസ് അധികം മാർപ്പാപ്പമാർ സന്ദർശിച്ചിട്ടില്ല. 3 മാർപ്പാപ്പമാർ മാത്രമാണ് ചരിത്രത്തിൽ വൈറ്റ് ഹൗസ് സന്ദർശിച്ചത്. അന്നൊരു പക്ഷേ ഓർക്കുന്നുണ്ടായിരിക്കും, മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നത് മാർപ്പാപ്പ വന്ന വാഹനമായിരുന്നു. ഏറ്റവും വില കുറഞ്ഞ ഒരു ചെറിയ ഒരു ഫിയറ്റ് കാറിലാണ് അദ്ദേഹം വൈറ്റ് ഹൗസിൽ വന്നത്. ഒരുപക്ഷെ വൈറ്റ് ഹൗസിൽ എത്തുന്ന ഏറ്റവും ചെറിയ കാറായിരിക്കും. അന്ന് ഒബാമ അദ്ദേഹത്തെ സ്വീകരിക്കുമ്പോൾ പറഞ്ഞത് ജീവിച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെ തനിക്ക് കാണുവാൻ സാധിച്ചു എന്നാണ്. തന്നെയുമല്ല, ഈ യാത്രയിൽ ക്യൂബയും കൂടെ അദ്ദേഹത്തിന്റെ സന്ദർശന പരിപാടിയിൽ ഉണ്ടായിരുന്നു. അമേരിക്ക ക്യൂബ ബന്ധം ലഘൂകരിക്കാനും ആ അഭിപ്രായ വ്യത്യാസങ്ങൾ കുറച്ചു കൊണ്ടുവരുവാനും ഈ സന്ദർശനം ഏറെ സഹായിച്ചു. തന്നെയുമല്ല, അന്നും അദ്ദേഹം സംസാരിച്ചത് കുടിയേറ്റവും അതുപോലെ തന്നെ മതങ്ങൾ തമ്മിലുള്ള അസഹിഷ്ണുതയും കാലാവസ്ഥാ വ്യതിയാനം പോലെയുള്ള ഏറ്റവും വലിയ വിഷയങ്ങളായിരുന്നു മാർപ്പാപ്പയ്ക്ക് സംസാരിക്കാനുണ്ടായിരുന്നത്. ട്രംപിന്റെ ആദ്യ സ്ഥാനാർത്ഥി മത്സരത്തിനിടയിൽ തെക്കൻ അതിർത്തിയിൽ നമുക്കറിയാം മതിൽ പണിയുമെന്ന ഡൊണാൾഡ് ട്രംപിന്റെ ഒരു സിഗ്നേച്ചർ പ്രചരണ വാഗ്ദാനങ്ങൾ ഉണ്ടായിരുന്നു. ഇതിനെ ഫ്രാൻസിസ് മാർപ്പാപ്പ വളരെ നിശിതമായിട്ടാണ് വിമർശിച്ചത്. പാലങ്ങൾ പണിയാതെ മതിലുകൾ പണിയുന്നതിനെ കുറിച്ച് മാത്രം ചിന്തിക്കുന്ന ഒരാൾ ക്രിസ്ത്യാനി അല്ല എന്നാണ് ട്രംപ് അന്ന് മാർപ്പാപ്പ പറഞ്ഞത്. ട്രംപ് എന്നാൽ ഇതിനോട് പ്രതികരിക്കുകയുണ്ടായി. തീവ്രവാദികളൊക്കെ വത്തിക്കാൻ ആക്രമിക്കുമ്പോൾ ഡൊണാൾഡ് ട്രംപ് പോലെ ഒരു പ്രസിഡന്റ് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഒരിക്കലും മാർപ്പാപ്പ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും എന്നായിരുന്നു ട്രംപ് ഇതിനോട് പ്രതികരിച്ചത്. ഏതാണ്ട് ഒരു ദശാബ്ദത്തിന് ശേഷം ട്രംപ് 2ാം തവണ ഈ ഭരണകൂടത്തിന്റെ ഭാഗമായി അതിന്റെ അധികാര കേന്ദ്രങ്ങളിൽ എത്തുമ്പോൾ കുടിയേറ്റ നയങ്ങൾക്കെതിരെ പോപ്പ് വീണ്ടും ഒരു അപൂർവ പരസ്യ വിമർശനം നടത്തുകയുണ്ടായി. ഫെബ്രുവരിയിൽ US കത്തോലിക്ക ബിഷപ്പുമാർക്ക് എഴുതിയ ഒരു പരസ്യ കത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ കൂട്ടനാടുകടത്തൽ പരിപാടിയെ ഒരു വലിയ പ്രതിസന്ധി എന്നാണ് വിശേഷിപ്പിച്ചത്. രാഷ്ട്രങ്ങൾക്ക് സ്വയം പ്രതിരോധിക്കാൻ അവകാശമുണ്ടെങ്കിലും മനസ്സാക്ഷിക്ക് നിരക്കാത്ത രീതിയിൽ കുടിയേറ്റ ജനതയോട് പെരുമാറരുതെന്ന് പരസ്യമായി അദ്ദേഹം ആവശ്യപ്പെട്ടു. എസ് കെ എൻ.